നല്ല ചൂടുള്ള കാലം തുടങ്ങി, പരീക്ഷയുടെ ചൂട്. കുട്ടികൾ ടെൻഷനിലാണ്, പക്ഷെ അതിനേക്കാളേറെ പാരൻസ് ടെൻഷനിലാണ്. ഈ പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കാണ്ടിരിക്കാം. ഈ 10ഉം 12ഉം എക്സാം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഒരു കാലമൊന്നുമല്ല. ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ആരും 10ാം ക്ലാസ്സിലെ പരീക്ഷയും 12ാം ക്ലാസ്സിലെ പരീക്ഷ അവരെങ്ങനെ എഴുതിയെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇത് അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ള ഒരു പടിവാതിൽ മാത്രമാണെന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അവർക്ക് കൊടുക്കാണ്ടിരിക്കുക. എന്നാൽ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിലേക്കുള്ള ഒരു പടിവാതിലാവുമ്പോൾ അപ്പുറത്തേക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇവിടെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. ഈ മടുപ്പ് മാറാൻ വേണ്ടി, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് മാറാൻ വേണ്ടി 1-2 ടിപ്സ് പറഞ്ഞുതരാം. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാണ്ടിരിക്കുക. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കുമ്പോഴേക്കെങ്കിലും നിങ്ങൾ ബ്രേക്ക് എടുക്കുക മസ്റ്റായിട്ട്. ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും നല്ലോണം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, നല്ല ഓക്സിജൻ ഇത് ചെയ്യുക, നല്ല വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യുക. അല്ലാതെ ഫോണും ടിവിയും കണ്ടിരിക്കരുത്. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് അല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പഠിക്കേണ്ടത്. മറ്റേത് ബോറടിച്ചിരിക്കുമ്പോൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം നിങ്ങളുടെ തലയിൽ കയറും. മൂന്നാമതായിട്ട്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ മസ്റ്റായിട്ട് ഉറങ്ങുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ചൂടും കൂടിയുള്ള കാലഘട്ടം ആയതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നാലാമത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടാത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 3-2-1 റൂൾ ഫോളോ ചെയ്ത് പഠിക്കുക. അതായത് 3 പ്രാവശ്യം നിങ്ങൾ വായിക്കുക, 2 പ്രാവശ്യം ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഉറക്കെ അത് പറയുക, 1 പ്രാവശ്യം നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പരീക്ഷാകാലമാണ്, അതിനെ ഒരിക്കലും ടെൻഷൻ എടുത്ത് നശിപ്പിക്കരുത്. പ്രത്യേകിച്ച് പാരൻസിനോടാണ് കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കാണ്ടിരിക്കുക. മെൻ്റലി അവരെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഭക്ഷണമാണെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തൊന്ന് കൊടുക്കുക. പരീക്ഷയാണ്, എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി മോർണിംഗ്.